ഹായ് ഫ്രണ്ട്സ്, അപ്പോഴത്തെ ജസ്റ്റ് നമ്മൾ തുടരും സിനിമ കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പോൾ തുടരും സിനിമയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ ചാനൽ എജിബിസ് വേൽ. അങ്ങനെ 3 ദിവസം 4 ദിവസം നമ്മൾ കുത്തിയിരുന്ന് നോക്കിയതിന് ശേഷം ഇന്ന് ഫാമിലിക്കായിട്ട് പോകാനായിട്ട് ഒരു ടിക്കറ്റ് കിട്ടിയത്. ഒരു ഹൈപ്പും ഇല്ലാണ്ട് വന്നൊരു തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതിന് മാത്രം ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ വന്നപ്പോൾ നമ്മൾ സത്യത്തിൽ വിചാരിച്ചു ഈ പടത്തിൽ എന്താ ഇങ്ങനെ ടിക്കറ്റ് പണി, ഈ പടത്തിൽ എന്ത് മാജിക്കാണ് കാണിച്ചേക്കണേന്ന്. കാരണം നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിനൊക്കെ ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു അമ്മാതിരി ഹൈപ്പ് കുത്തി ഇറച്ചി വന്ന ഒരു പടമായിരുന്നു. അത് നല്ല പടമായിരുന്നു. പക്ഷേ ഈ പടത്തിന് ഒരു ഹൈപ്പും ഇല്ല, ഇങ്ങനെ ഒരു പടം വന്നാരും പോലും അറിയില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഈ പടത്തിന് ഇതിന് മാത്രം ടിക്കറ്റ് ഇങ്ങനെ പോകണേ. നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ പല റിവ്യൂ കണ്ടു, പടം അടിപൊളിയാണ്, സൂപ്പറാണ്, മിസ് ചെയ്യരുതെന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഫാമിലി മൂവി എന്ന് പറഞ്ഞൊരു പടത്തിന് ഇതിന് മാത്രം എന്തോന്ന് കഥ വരാനാന്ന്. പക്ഷെ ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോയി പടം കണ്ടപ്പോൾ ഒറ്റ വാക്കേ പറയാനുള്ളൂ, ദ ഓൾഡ് ലാലേട്ടൻ ഈസ് ബാക്ക്. അത്ര പറയാനുള്ളൂ. നമ്മുടെ ആ പഴയ ലാലേട്ടൻ, നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ സ്നേഹം നിറഞ്ഞ ലാലേട്ടൻ, ആ പഴയ ലാലേട്ടൻ, ആ കുസൃതി നിറഞ്ഞ ലാലേട്ടൻ, ആ കണിശക്കാരനായ ലാലേട്ടൻ, എന്താ പറയുക, ആ റിവഞ്ച് എടുക്കുന്ന ലാലേട്ടൻ, ആ ലാലേട്ടനെ മലയാളക്കാരേക്ക് ആ ലാലേട്ടനെ തിരിച്ചു കിട്ടിയേക്കാണ്. നമ്മുടെ പഴഞ്ചൊല്ലില്ലേ, എറിയാനറിയാവുന്ന കയ്യിൽ വടി കൊടുത്താൽ മാങ്ങ വീഴും. അത് തന്നെയാണ് സംഭവിച്ചേക്കണേ. ലാലേട്ടനാണ് വടി. ഇതിൻ്റെ ഡയറക്ടറില്ലേ, പുള്ളിയാണ് എറിയാനറിയാവുന്ന ആള്. പുള്ളിയുടെ കയ്യിൽ ലാലേട്ടനെ കിട്ടി, പുള്ളി എറിഞ്ഞു, മാങ്ങ വീണു. ആ മാങ്ങയാണ് തുടരും സിനിമ. അടിപൊളി പടം. ഇത് ടിക്കറ്റ് എടുക്കാൻ നോക്കിയാൽ ടിക്കറ്റ് കിട്ടൂല. ഇന്നത്തേക്കുള്ള ടിക്കറ്റ് ഓപ്പൺ ആയ സ്പോട്ടിൽ ബുക്ക് ചെയ്തോണ്ടാണ് ഫാമിലിക്ക് ഒരു ടിക്കറ്റ് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ഇന്നും ടിക്കറ്റ് കിട്ടൂല. നിങ്ങളോടൊക്കെ ഒറ്റ വാക്ക പറയാനുള്ളൂ, ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ടിക്കറ്റ് കിട്ടാത്തവർക്ക് OTT ശരണമുള്ളൂ എന്നറിയാമെങ്കിലും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഒന്ന്, ഇതിൽ അഭിനയിച്ചേക്കണ ആൾക്കാർ തകർത്ത് അഭിനയിച്ചേക്കണേ. ലാലേട്ടൻ, പിന്നെ നമ്മുടെ ശോഭനയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പണ്ടത്തെ ആ ശോഭനയുടെ അഭിനയം പോലെ ഒരു അഭിനയം, എന്താ പറയുക, നമ്മുടെ പണ്ട് കാലത്തെ മൺചിത്രത്താഴ് ആ രീതിയൊന്നുമല്ല. പക്ഷെ ശോഭനയെ കിട്ടിയ റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. 2 BGM, ഇതാണ് BGM. നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്തണ BGM. ശരിക്കും എന്താ പറയുക, ഒരു ഫാമിലി റിവഞ്ച് മൂവിക്ക് എങ്ങനെയൊക്കെ BGM കൊടുക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന മ്യൂസിക് ഡയറക്ടർ കിഡുമായിട്ട് BGM കൊടുത്തേക്കണേ. എമ്പുരാൻ്റെ ഫിലിം വന്നപ്പോൾ മോഹൻലാലിൻ്റെ ഇൻട്രോയ്ക്കൊക്കെ BGMനെ കുറ്റം പറഞ്ഞ ഒത്തിരി പേർ ഉണ്ട്, മോഹൻലാൽ ഫാൻസ്. അവർക്കൊക്കെ തിയേറ്ററിൽ ഇരുന്ന് അർമാദിക്കാൻ പറ്റുന്ന കിഡിലം BGM എന്ന് പറഞ്ഞാൽ കിഡിലം BGM. ആ BGMത്തിനോടൊപ്പം ആ സീക്വൻസ് മൂവിയിൽ വരുമ്പോൾ, തിയേറ്ററിൽ ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ, അത് നമ്മളെ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ, എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല. തിയേറ്ററിൽ ഇരുന്ന് ആ 3 മണിക്കൂറിനടുത്തുണ്ട്. 8:15 പടം തുടങ്ങിയിട്ട് ഏതാണ്ട് 11 മണി കഴിഞ്ഞപ്പോഴാണ് തീർന്നത്. ആ 3 മണിക്കൂറുണ്ടല്ലോ, ആ സീറ്റിൻ്റെ എഡ്ജിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തും. ആ രീതിയിലുള്ള ഡയറക്ഷൻ, ആ രീതിയിലുള്ള കൊറിയോഗ്രാഫി, ആ രീതിയിലുള്ള എന്താ പറയുക ഛായാഗ്രഹണം, നമ്മുടെ വീഡിയോഗ്രാഫി, പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മാസ്മരിക അഭിനയം. ചുമ്മാ അല്ല, പുള്ളിനെ യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊക്കെ വിളിക്കണേ. ഇങ്ങനെ വിളിച്ച് കോമാളിത്തരം കാണിക്കണ കുറേ പടങ്ങൾ വന്നായിരുന്നു. ഇങ്ങനെ വെച്ച് കോമാളിത്തരം കാണിക്കണേ. ഫാൻസിനൊക്കെ വിഷമം വരുന്ന രീതിയിൽ തിയേറ്ററിൽ കരഞ്ഞിറങ്ങി പോയ ഫാൻസ് ഉണ്ട്. അവരെയൊക്കെ തിയേറ്ററിൽ പിടിച്ചിരുന്നൊരു പടം, ഒരു ഹൈപ്പൂലാണ്ട് വന്ന് എല്ലാവരുടെയും മനസ്സ് നിറച്ച പടം. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇതുവരെ അല്ല ഇനി അങ്ങോട്ടും ഈ 2025 ലാലേട്ടൻ തൂക്കി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനിയിപ്പോൾ 2025 ലാലേട്ടൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ നല്ലത്. കാരണം 2025 ലാലേട്ടൻ തൂക്കി. ആ പഴയ ലാലേട്ടനെ, ദശരഥത്തിലെ ലാലേട്ടനെ, ദേവാസുരത്തിലെ ലാലേട്ടനെ, മിന്നാരത്തിലെ ലാലേട്ടനെ, ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി. നമുക്ക് നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടി. എങ്ങും പോയിട്ടില്ല. പടത്തിൻ്റെ അവസാനം മോഹൻലാൽ തുടരുമെന്ന് എഴുതി കാണിക്കുമ്പോണ്ടല്ലോ, ചക്രവർത്തിയുടെ സ്ഥാനത്ത് മോഹൻലാൽ തുടരും. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കണേ. തുടരുമെന്ന് പേരിടുമ്പോൾ അവർക്കറിയാം മോഹൻലാൽ തന്നെ ചേറി തുടരുന്നു. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു പേര് ഈ പടത്തിന് തീരുമാനിച്ചാണ്. അത്രയ്ക്ക് കിട്ടില്ല പടം. നമ്മൾ തിയേറ്ററിലും എന്താ പറയുക, ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ തോന്നാത്ത രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തും. അതുപോലത്തെ ഒരു ഫാമിലി റിവഞ്ച്. പിന്നെ ഇതിൻ്റെ വില്ലനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ ഒട്ടും പറ്റത്തില്ല.
ആദ്യമായിട്ടാണ് ഈ വില്ലനെ ഞാൻ ഒരു സിനിമയിൽ കാണുന്നത്. ഓ അങ്ങേരുടെ അഭിനയം ഉണ്ടല്ലോ, ലാലേട്ടന് ഒത്ത വില്ലൻ. വില്ലനൊന്ന് അടിപൊളിയായി മാത്രമേ നമ്മുടെ നായകന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുപോലൊരു വില്ലൻ, ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് കട്ടക്ക് പിടിച്ചിരുന്ന വില്ലൻ തകർത്തിട്ടുണ്ട്. പിന്നെ ബിനു പപ്പുവിൻ്റെ റോള്, ഓ മോൻ, പപ്പു എന്ന് പറയുമ്പോൾ കൊമേഡിയനായിരുന്നു, പക്ഷെ ബിനു പപ്പുവിനുണ്ടല്ലോ എല്ലാ ക്യാരക്ടറും ചുമ്മാ പുഷ്പം പോലെ കയറി പോകുന്ന എനിക്ക് ഇപ്പം തോന്നണേ, അതുമാതിരി ഒരു അഭിനയം. അപ്പം എല്ലാം കൊണ്ടൊരു കിട്ടില്ല പടം, ഫാമിലി എൻ്റർടൈനർ പടം. പക്ഷെ ഒരു റിവഞ്ച് സ്റ്റോറി വഴി പോയി അവസാനം റിവഞ്ചിൽ കൊണ്ടത് സൂപ്പറായിട്ട് നിർത്തുന്ന ഒരു അടിപൊളി പടം. നിങ്ങൾ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഒപ്പിച്ച് തിയേറ്ററിൽ തന്നെ പോകാൻ ശ്രമിച്ചോ. ടിക്കറ്റ് കിട്ടിയ ഒട്ടും വൈകിട്ട് തിയേറ്ററിലേക്ക് വിട്ടോ. 2025 ലാലേട്ടൻ തൂക്കി. തുടരും സിനിമ അതിഗംഭീരമാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. ബൈ ഫ്രം AGP Swell.